യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ VS സുജിത്ത് നേരിട്ടത് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കണ്ടതിനപ്പുറം കൊടിയ പീഡനമാണ്. സുജിത്തിനെ പോലീസ് സ്റ്റേഷന് പുറത്തുവച്ചും പോലീസ് പൊതിരെ തല്ലി എന്ന് വെളിവാക്കുന്ന ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. SI ന്യൂമാന്റെ നേതൃത്വത്തിൽ CCTV ക്യാമറ ഇല്ലാത്ത സ്റ്റേഷന്റെ മുകൾ നിലയിലെത്തിച്ച് സൂരജിനെ ചൂരൽ കൊണ്ട് തല്ലിയെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. കൊടിയ കസ്റ്റഡി പീഡനം എണ്ണിപ്പറയുന്ന റിപ്പോർട്ട് കിട്ടിയിട്ട ശേഷവും ആഭ്യന്തര വകുപ്പ് ഇടിയൻ പോലീസുകാർക്കെതിരായ നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ VS സുജിത്ത് ഇരയായതെന്ന് വ്യക്തമാക്കുന്നതാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടും. ചൂരലുമായി SIയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മുകൾ നിലയിലേക്ക് പോയി എന്നതടക്കം നിർണായക കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് മുൻപ് വഴിയിൽ നിർത്തി മർദ്ദിച്ചെന്ന പരാതിയും അന്വേഷണ റിപ്പോർട്ട് ശരിവയ്ക്കുന്നുണ്ട്. പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുള്ള റിപ്പോർട്ടാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ KC സേതു ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചത്. എന്നിട്ടും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആഭ്യന്തര വകുപ്പ് സ്ഥലം മാറ്റത്തിൽ ഒതുക്കി. കുന്നംകുളം സ്റ്റേഷനിൽ ഇപ്പോഴും ഇടിമുറികളുണ്ടെന്നും മുകളിലെ നിലയിൽ ഒരു CCTV ക്യാമറ പോലുമില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേസ് അവസാനിപ്പിക്കാൻ പോലീസ് പലതവണ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും വർഗീസ്. സുഹൃത്തുക്കളായ പോലീസുകാർ വിളിച്ചു ഒന്ന് അവസാനിപ്പിക്കണം, അവരുടെ ജീവിതമാണ്. ഞാൻ പറഞ്ഞു ഇതേപോലത്തെ ആയിരക്കണക്കിന് സാധാരണക്കാരൻ്റെ ജീവിതമുണ്ട്. അതിതൊരു മാതൃകയാവണം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഇടിമുറി ഉണ്ടെന്നുള്ള സത്യം. പുതിയ ഇടിമുറി തുറന്നിരിക്കുകയാണ്. അതായത് സ്റ്റേഷനിലല്ലാത്ത സ്ഥലത്ത് ഇടിമുറികളുണ്ട്. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് UDF. കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടും വരെ സമരം തുടരാനാണ് തീരുമാനം. ഈ മാസം 10-ന് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും ജനകീയ പ്രതിഷേധ സംഗമം നടത്തും. തൃശൂരിലെത്തിയ KPCC അധ്യക്ഷൻ മർദ്ദനമേറ്റ സുജിത്തിനെ കണ്ടു. സുജിത്തിനെതിരായ മൂന്നാം മുറ രക്ഷാപ്രവർത്തനമാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സുജിത്തിന്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിന്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഈ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ ചെയ്ത കുറ്റത്തിന് ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും കേരള സർക്കാർ മുന്നോട്ട് വരണം. പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഏതറ്റം വരെയും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പോലീസിന് മേൽ മുഖ്യമന്ത്രിക്ക് യാതൊരു നിയന്ത്രണവുമില്ലെന്നും VD സതീശന്റെ വിമർശനം. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എല്ലാ അറ്റം വരെയും കോൺഗ്രസ് പോകും എന്ന കാര്യത്തിൽ അത് സംശയമില്ല. പോലീസുകാരെ രക്ഷിക്കാനാണ് തുടക്കം മുതൽ ശ്രമം നടന്നത് എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പോലീസുകാർക്കെതിരെ സ്വീകരിച്ചത് നടപടിയല്ലെന്നും തലോടുകയാണ് സർക്കാർ ചെയ്തതെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടിയല്ല, ഒരു തലോടലാണ്. ഓമനപൂർവ്വം ഒരു തലോടൽ. ആ നടപടിയിലേക്ക് പോകണം. അതിശക്തമായ നടപടി ആണ് ഇതിന് വേണ്ടത്. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ തുടരാൻ അനുവദിക്കരുതെന്നും കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സുജിത്തിനെ മർദ്ദിച്ച SI നുഹ്മാനെതിരെ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പോലീസ് തടഞ്ഞതോടെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധം ശക്തമായതോടെ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും നടപടിയെടുത്തേക്കും. തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. ന്യൂസ് മലയാളം, തൃശൂർ.